ഡൽഹി ചലോ എന്ന പേരിൽ കർഷക സംഘടനകൾ നടത്തുന്ന സമരത്തിന് പിന്നിലെ രാജ്യവിരുദ്ധത തുറന്നുകാട്ടുകയാണ് RSS മുഖപത്രം. ഓർഗനൈസർ കർഷക സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അടിവരയിടുന്ന ഓർഗനൈസർ ഖലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ സമരത്തിൽ ഉയർന്നത് ആശങ്ക ഉളവാക്കുന്നുവെന്നും സൂചിപ്പിക്കുന്നു. ഈ വിഷയം തന്നെയാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഇതിൽ ഇപ്പോൾ അതിഥികളായിട്ട് RS പ്രഭാത് CPM നേതാവും ഒപ്പം ഷാജി രാഘവൻ BJP കർഷക മോർച്ച സംസ്ഥാന അധ്യക്ഷനും ചേരുന്നുണ്ട്. ആദ്യം RS പ്രഭാതിലേക്കാണ് പോകുന്നത്. പ്രഭാത്, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തന്നെ ഈ കർഷകർ സമരം നടത്തുന്നുണ്ട്. കാരണം 2020-21 നമ്മൾ കണ്ടതാണ് ഇതിന് സമാനമായിട്ടുള്ള ഈ കർഷകരുടെ സമരം. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആര് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇത് ഈ ഭാരതത്തെ കീറിമുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം തന്നെയാണ്. അതുതന്നെയാണ് ഇപ്പോൾ RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ വ്യക്തമാക്കുന്നതും. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സമരം നടത്തിക്കൊണ്ടു പോകുന്നത്? ഇവിടെ നോക്കൂ, ഇവിടെ ഭാരതത്തിനെ അല്ല കീറി മുറിക്കുന്നത്, ഇവിടെ കർഷകരെയാണ്, അവരുടെ മനസ്സുകളാണ് കീറി മുറിക്കപ്പെട്ടത്. എങ്ങനെയാണ്? കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു കർഷക സമരം ഉണ്ടായി. ആ സമരത്തിൽ ചില ഉറപ്പുകൾ നൽകുകയുണ്ടായി. അന്ന് ആ സമരം എങ്ങനെയെങ്കിലും തീരുക എന്ന് പറയുന്നത് അന്ന് അതിനുശേഷം നടന്ന UP തെരഞ്ഞെടുപ്പ്, അതേപോലെ തെരഞ്ഞെടുപ്പുകളുടെ മുൻകൂട്ടി കണ്ടിട്ടായിരുന്നു ആ ഒരു തരത്തിൽ ആ സമരത്തിനെ എങ്ങനെയെങ്കിലും തീർക്കുവാൻ തീരുമാനിച്ചത്. അതിനകത്ത് കർഷകർ മോദിയുടെ ഇന്ന് പറയുന്ന ഒരു ക്യാപ്ഷനുണ്ട്, മോദി ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടിയിൽ അവർ വിശ്വസിച്ചു. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രഭാഷണങ്ങൾ പറയുകയുണ്ടായി, ഇന്ത്യയിലെ കർഷകർ അവർ ഇന്ത്യയുടെ ജനങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്താണ്. അവർക്ക് ആവശ്യമെന്ന് പറയുന്നത് മിനിമം അവരുടെ വിളവുകൾക്ക് മിനിമം രൂപ നൽകണം. എന്തുകൊണ്ടാണ്? ഇപ്പം നോക്കൂ, നമ്മുടെ സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തക്കാളിക്ക് 50 രൂപയാണ്. ആ 50 രൂപ തക്കാളിക്ക് കിട്ടുമ്പോൾ യഥാർത്ഥ കർഷകന് 5-6 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ എന്താ ഇതിനിടയ്ക്ക് നടക്കുന്നത്? ഇതിനകത്ത് നടക്കുന്നത് ഇടനിലക്കാരുടെ ഒരു തട്ടിപ്പാണ്. അത് മാറണമെങ്കിൽ എന്താ സംഭവിക്കുക? ഈ രാജ്യത്ത് എല്ലാ വിളകൾക്കും, നമ്മുടെ ഇവിടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് തേങ്ങയ്ക്ക് വില കൂടിയത്? നമുക്കറിയാം, 10 രൂപയ്ക്കും 5 രൂപയ്ക്കും 6 രൂപയ്ക്കും കിട്ടിയ തേങ്ങ ഇന്ന് 25 രൂപ 26 രൂപ ലഭിക്കണമെങ്കിൽ അതിനകത്ത് ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. അത് മിനിമം കേരളത്തിലെ കർഷകർക്ക് അത് ലഭിക്കണമെന്നുള്ള ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗത്തിൽ അതായിക്കോട്ടെ, നെല്ലിൻ്റെ ആയിക്കോട്ടെ, മറ്റ് വിളകൾക്കായിക്കോട്ടെ, താങ്ങുവില വളരെയധികം ആവശ്യമാണ്. ഒരു കർഷകൻ അവൻ്റെ ജീവിതം മുഴുവനും നമ്മുടെ തീന്മേശകളിൽ കൊണ്ടുവരാനുള്ള വിഭവങ്ങളാക്കുന്നതിൻ്റെ പിന്നിൽ അവരുടെ വിയർപ്പ്, അവരുടെ ജീവിതം, അവരുടെ ആശയങ്ങൾ, അവരുടെ അടുത്ത ദിവസങ്ങളിലേക്കുള്ള അവരുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ എല്ലാം അതിൻ്റെ ഭാഗമാണ്. നമ്മൾ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ തീന്മേശയുടെ മുന്നിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന വിഭവങ്ങൾ 1000 കർഷകൻ്റെ വേദനയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സർക്കാർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ രീതിയിൽ ഖാലിസ്ഥാനെന്നോ മറ്റു രീതിയിൽ. പ്രഭാത്, ഞാനൊന്ന് ഇടപെടുകയാണ്. കാരണം താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കർഷകർ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ നട്ടലാണ് എന്ന്. ആ ഒരു ഇത് വെച്ചതുകൊണ്ട് തന്നെയാണ് മോദി ഗ്യാരണ്ടി ഉറപ്പുവരുത്തുന്നത്. കാരണം MSP കൂട്ടാം എന്നൊക്കെ തന്നെ പറഞ്ഞ് ചർച്ചകൾ, ഇതിപ്പോൾ 5ാമത്തെ വട്ടമായി ഈ സമരം നടത്തിയിട്ട് പോലും ചർച്ചകൾ നടത്താൻ പോകുന്നു. പക്ഷെ ആ ചർച്ചയോട് പോലും അടുക്കാൻ കർഷക സമര നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നാണ്. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? അല്ല, എന്തിനാ ചർച്ച ചെയ്യുന്നത്? ഒരിക്കലൊരു സമരം ഉണ്ടായി. ആ സമരത്തിനകത്ത് കൃത്യമായ ഒരു 2 വിഭാഗക്കാർ, കർഷകരും ഗവൺമെൻറ്റും തമ്മിൽ ഒരു കൃത്യമായ ഒരു രേഖയിൽ ഉണ്ടായി. അതിനകത്ത് സ്വാമിനാഥൻ കമ്മീഷൻ, ആ സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് 50% നമ്മുടെ ഇപ്പോൾ 100 രൂപ ആണ് എങ്കിൽ നമ്മുടെ ഒരു കർഷകന് ഒരു വിള ഉൽപ്പാദിപ്പിക്കുവാൻ 100 രൂപ, ആ 100 രൂപയാണെങ്കിൽ ആ കർഷകന് 150 രൂപ ലഭിക്കണം എന്നുള്ളത് സ്വാമിനാഥൻ കമ്മീഷൻ. നിങ്ങൾ ഈ ഇടയ്ക്ക് അദ്ദേഹത്തിന് ഭാരതരത്ന നൽകി. എന്തിനാണ്? ഈ കർഷകരെ ബോംബെറിഞ്ഞ് കൊല്ലുന്ന ഒരു സർക്കാരിനെ എങ്ങനെയാണ് ഭാരതരത്നം നൽകി സ്വാമിനാഥൻ്റെ ആ ഒരു ആത്മാവ് നിങ്ങളോട് പൊറുക്കുമോ? അദ്ദേഹം ഇതുവരെ നിലനിന്നത് എന്തിനായിരുന്നു? ഇന്ത്യയിലെ കർഷകർക്ക് വേണ്ടി നിന്നതാണ് സ്വാമിനാഥൻ കമ്മീഷൻ.
ആ സൗമ്യനാഥൻ അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ നിങ്ങളോട് പറയുകയുണ്ടായി, ഇത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ ഒന്ന് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവാൻ ഭാഗമല്ല. നിങ്ങളിപ്പോൾ പറയുന്നത് മറ്റു രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പേര് മോശമാക്കി. നമ്മുടെ മറ്റു രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ പേര് മോശമാകുന്നത്? ഓൾറെഡി മോശമായി കഴിഞ്ഞല്ലോ. നമ്മളുടെ പട്ടിണിയിൽ നമ്മൾ എത്രാമത്തെ സ്ഥാനമാണ്? അത് തന്നെ നോക്കൂ. നിങ്ങൾ പറയുന്ന പോലെ വിശ്വഗുരുവെന്നോ വിശ്വമായ രീതിയിലൊന്നുമില്ല. അത് നമ്മൾ ഉണ്ടാക്കുന്ന ചില പ്രൊപ്പഗൻഡേഴ്സാണ്, അല്ലാതെ കൃത്യമായ കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. പക്ഷെ നിങ്ങളത് ഉണ്ടായിക്കോട്ടെ, അത് 400 സീറ്റ് ലഭിക്കും എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടായിക്കോട്ടെ. പക്ഷെ വേറൊരു കാര്യം, ഇവിടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ജനങ്ങൾക്ക് ആവശ്യമായ തൊഴിൽ, കൃഷിക്കാർക്ക് ആവശ്യമുള്ള അവരുടെ വേതനം, പാർപ്പിടം, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള മതേതര രീതിയിലുള്ള ചിന്താഗതി, ഇത്രയും രീതിയിലുള്ള ചിന്താഗതിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയെ മറ്റു രീതിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കില്ല. അത് സാധിക്കില്ല എന്നുള്ളതാണ് ഇത് കാണിച്ചു തരുന്നത്. ഇത് ഇന്ന് ഏതാനും ഒരു സംഘടന മാത്രമാണ് ഈ കർഷകർ ഇറങ്ങിയിട്ടുള്ളത്. മൊത്തം കർഷക സംഘടനകൾ ഇന്ത്യയിലെ കർഷക സംഘടനകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സർക്കാരിനും നിങ്ങൾ അന്ന് പറയാൻ പറ്റുമോ ഖാലിസ്ഥാനെന്ന്? പറയാൻ പറ്റില്ല. കർഷകരുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എനിക്ക് കേൾക്കുവാൻ താല്പര്യമുണ്ട്. BJPയുടെ ഷാജി രാഘവൻ എന്താ പറയുന്നത്? അദ്ദേഹം കർഷക മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, അദ്ദേഹം കർഷകനാണ്, എനിക്കറിയാം അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ചില വാക്കുകൾ ആഗ്രഹിക്കുന്നു. അദ്ദേഹം യാഥാർത്ഥ്യമായി കർഷക മോർച്ചയുടെ പ്രസിഡൻ്റാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് നടക്കുന്ന സമരം നിങ്ങൾ അതിന് അനുഭാവപൂർവ്വം പ്രകടിപ്പിക്കുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അത് എന്തായാലും നിങ്ങൾ ഒരു കർഷക മോർച്ച എന്ന് പറയുന്നത് കർഷകരെ സംഘടിപ്പിക്കുവാനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാനുള്ള സംഘടനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ സമരത്തിന് നിങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുമെന്ന്. നമുക്ക് BJP കർഷക മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജി രാഘവൻ കൂടി ചേരുകയാണ്. ശ്രീ ഷാജി രാഘവൻ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ കർഷകരുടെ സമരം നടത്തുന്നതും. ഒപ്പം ഒരു കർഷക നേതാവിൻ്റെ പ്രതികരണമടക്കം കേട്ടതാണ്. കാരണം മോദി വളർന്നു കഴിഞ്ഞിരിക്കുന്നു, വളർന്നു പന്തലിച്ചു കഴിഞ്ഞിരിക്കുന്നു, പിടിക്കാൻ പറ്റാത്ത രീതിയിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും തകർക്കണം എന്നുള്ള ആ ഒരു പ്രതികരണം നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും എല്ലാ മാധ്യമങ്ങളിലും കണ്ടതാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ട്. ഒപ്പം ഈ കർഷക സമരം എന്ന് പറയുന്നത് തന്നെ വിഘടനവാദത്തിന് വേണ്ടിയുള്ളതും ഭാരതത്തെ കീറി മുറിക്കുക, രണ്ടായിട്ട് പിളർത്തുക എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി തന്നെയാണ് വീണ്ടും കർഷക സമരം ഡൽഹി അതിർത്തികളിൽ നടത്തുന്നത് എന്ന് തന്നെയല്ലേ? എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. നമ്മുടെ ഈ സമരത്തിന്റെ നാൾ വഴികൾ ഒന്ന് പരിശോധിച്ചാൽ മതി. ഈ സമരം തുടങ്ങിയ സമയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഏറി വന്നാൽ നമുക്കറിയാം ഒരു 10 ദിവസം മാക്സിമം ഒരു 2 ആഴ്ച, അതിനു മുമ്പായിട്ട് തെരഞ്ഞെടുപ്പ് രാജ്യത്ത് പ്രഖ്യാപിക്കും. അപ്പൊ ഈ തെരഞ്ഞെടുത്ത സമയം വളരെ യാദൃശികമായി സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയില്ല. മറ്റൊന്നുള്ളത്, ഇടതുപക്ഷത്തിന്റെ സുഹൃത്ത് തന്നെ പറഞ്ഞു, എല്ലാ കർഷക സംഘടനകളും ഇറങ്ങിയിരുന്നെങ്കിൽ എന്തേ ഇറങ്ങാത്തെ? അത് അദ്ദേഹമല്ലേ പറയണ്ടേ, എന്താ ഇറങ്ങാത്തത്? ഇത് പഞ്ചാബുകാരുടെ സമരമാണ്. അവതാരക ഇടക്ക് പറയുകയുണ്ടായി, ഹരിയാനയിൽ നിന്ന് പോലും ആൾക്കാർ, സത്യത്തിൽ പഞ്ചാബിൽ നിന്ന് ഡൽഹിയിൽ എത്തണമെങ്കിൽ ഹരിയാന വഴിയേ വരാൻ പറ്റുള്ളൂ. അവർ തമ്പടിച്ചിരിക്കുന്നത് ഹരിയാനയിലാണിപ്പോൾ. അതുകൊണ്ട് ഹരിയാനയിൽ കർഷകർ ഈ സമരത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നേ ഉള്ളൂ. ശരിക്കും ഇത് പഞ്ചാബ് ബേസ്ഡ് ആണ്, പഞ്ചാബ് സ്പോൺസേർഡ് സമരമാണിത്. രാജ്യത്തിന്റെ ഒരു ഭാഗത്തു നിന്നും കർഷകർ അവിടെ എത്തിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ നിന്ന് വേണ്ട 450 പേരെ മാത്രം കണ്ടാണ് പോയത്. ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളാണ് ഇവിടുത്തെ കോൺഗ്രസും CPM-ഉം. ഇങ്ങനെ വലിയ ഒരു കർഷക സമരം കർഷകർക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്നു, അല്ലെ കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ എന്തേ ഇവിടുന്നുള്ള ഒരു സമരത്തിന് പോകാത്തത്? മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും പോകുന്നില്ല. അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങൾ ഇവിടെ അവതാരകർ സൂചിപ്പിച്ചു. നിങ്ങളെ തന്നെ സഹപ്രവർത്തകരെടുത്ത ചില വീഡിയോ ക്ലിപ്പിംഗ്സുകൾ ഇന്ന് വൈറലാണ്. ഒരു കർഷകൻ പൊതുമധ്യത്തിൽ വന്നു നിന്ന് പറയുകയാണ്, അദ്ദേഹം ഖാലിസ്ഥാൻ എന്നാണ് പറയുന്നത്, പഞ്ചാബ് ഖാലിസ്ഥാൻ എന്നാണ് പറയുന്നത് തന്നെ. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഈ രാജ്യത്തെ കർഷകനെ ഇകഴ്ത്തി കാണിക്കാൻ നമുക്ക് താല്പര്യമില്ല. ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റും ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും പറഞ്ഞിട്ടുള്ളത്
ഈ രാജ്യത്ത് 4 ജാതിയാണുള്ളത്. അത് യുവാക്കളും സ്ത്രീകളും കഴിഞ്ഞ കർഷകനാണ്, അതിനുശേഷമാണ് പാവപ്പെട്ടവൻ. അത്ര കണ്ട് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം കാർഷിക മേഖലയുടെ പ്രത്യേകത എന്താ. അവിടെ ഒരിക്കലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല, പൂർണ്ണമായും പരിഹരിക്കപ്പെടില്ല. കാരണം കാലാകാലങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല. അതിനനുസരിച്ച് കാലാകാലങ്ങളിൽ ഡിമാൻഡുകൾ വരും, ധാരാളമായിട്ട് ആവശ്യങ്ങൾ ഉയരും. അതിനെ കൃത്യമായി നെഗോഷിയേറ്റ് ചെയ്ത് അവരുടെ വിഷയങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിച്ച് ഡയലോഗുകൾ നടത്തി അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിലാണ് ഗവൺമെന്റിന് താല്പര്യം. ഇത് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് വളരെ കൃത്യമായി കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഇവരുടെ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്താ ശരിക്കും? അത് ഇവരിപ്പോ വെള്ളം ചേർത്തിട്ടൊക്കെയാ പറയുന്നത് കേട്ടോ. ശരിക്കും ഇവരുടെ സമരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം നമ്മുടെ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ഭാരതരത്ന കിട്ടിയിട്ടുള്ള പേര് മറന്നുപോയി, സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്നാണല്ലോ. ശരിക്കും ഈ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് എന്നാ വന്നത്? 2004 മുതൽ 2006 വരെയുള്ള കാലഘട്ടങ്ങളിൽ 5 തവണയായിട്ടാണ് ആദരണീയനായ സ്വാമിനാഥൻ കമ്മീഷൻ അദ്ദേഹം ഈ റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുക്കുന്നത്. അതിനുശേഷം 6 തൊട്ട് 14 വരെ ഈ രാജ്യത്ത് അധികാരത്തിലിരുന്ന ഗവൺമെന്റ് ആരാ? UPA-യുടെ ഗവൺമെന്റ് അല്ലേ? ഈ ഇടതുപക്ഷവും CPM ഉൾപ്പെടെ പിന്തുണ കൊടുത്തിട്ടുള്ള ഗവൺമെന്റുകളാണ് ഏതാണ്ട് 2014 വരെ ഈ രാജ്യത്ത് അധികാരത്തിലിരുന്നത്. അന്ന് ഈ സ്വാമിനാഥൻ കമ്മീഷൻ മേളിൽ അടയിരുന്നവരാണിവർ. ആ 8 വർഷത്തിന് ശേഷം ശ്രീ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഈ രാജ്യത്ത് 24ഓളം കാർഷിക വിളകൾക്ക് കൃത്യമായിട്ട് താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം തക്കാളിയെ പറ്റി പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ നെല്ലിനെ പറ്റി പറയാത്തത്. ഈ നെല്ലിന് സംസ്ഥാനത്ത് താങ്ങുവില ഇന്ന് വലിയ തോതിൽ കൊടുക്കുന്നതിന് ഏറ്റവും വലിയ നിലപാടെടുത്തത് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ നരേന്ദ്രമോദി ഗവൺമെന്റ് എടുത്ത നിലപാടാണ്. അതനുസരിച്ച് ഇന്നിപ്പോ 21 രൂപ 70 പൈസ സംസ്ഥാനത്ത് കൊടുക്കുന്നുണ്ട് കർഷകന്. പക്ഷെ സംസ്ഥാനം കൊടുക്കുന്നില്ല. ഇന്ന് കേരളത്തിലെ ഞാനീ പറഞ്ഞു വന്നത്, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിച്ച് കേന്ദ്രവിഹിതം കൊടുത്തിട്ട് കൂടിയും അത് കൊടുക്കാൻ സാധിക്കാത്ത ഈ ഗവൺമെന്റിനെതിരെ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന സുഹൃത്ത് സമരത്തിന് തയ്യാറല്ല. അവരുടെ കർഷക സംഘടനകൾ സമരത്തിന് തയ്യാറല്ല. ഞാൻ സമരത്തിലായിരുന്നു കഴിഞ്ഞ ഓണക്കാലം തൊട്ട് ധാരാളം. ഇന്ന് കുട്ടനാടും പാലക്കാടും ഞാൻ ധാരാളം സമരത്തിന് മുമ്പിൽ നിന്നിട്ടുള്ള ആളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നടത്തിയ സമരം? കേന്ദ്രം കൊടുത്ത പണം നിങ്ങൾ ഓണനാടുകളിലെങ്കിലും പാവപ്പെട്ട കർഷകർ കൊടുക്കണം എന്നാ പറയാൻ വേണ്ടിയിട്ടാണ്. ആ സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞ യാർഡ്സ്റ്റിക് അനുസരിച്ച് നെല്ലിന് വില നിശ്ചയിച്ച് കേന്ദ്ര ഗവൺമെന്റ് വിഹിതം കൃത്യമായി കേരളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാ സംസ്ഥാനങ്ങളും ഏതാണ്ട് 24ഓളം വിളകളുണ്ട്, തേങ്ങയ്ക്ക് ഉൾപ്പെടെയുണ്ട്. അങ്ങനെ രാജ്യത്ത് 24 വിളകൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കുക മാത്രമല്ല കേന്ദ്ര വിഹിതം കൊടുക്കുന്നുമുണ്ട്. ഇപ്പൊ ഈ സമരത്തിന്റെ ആവശ്യം അതിന് നിയമപരിരക്ഷ വേണമെന്നാണ്. ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പലപ്പോഴും ഈ ആവശ്യങ്ങളെ പറ്റിയിട്ട്. നിലവിൽ ഈ പറയുന്ന കാലാകാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ 14 രൂപയെ തുടങ്ങിയ നെല്ലിന്റെ താങ്ങുവില ഇന്ന് 21 രൂപ വരെ കേന്ദ്ര ഗവൺമെന്റ് കൂട്ടി. സംസ്ഥാന ഗവൺമെന്റ് 8 രൂപയിൽ നിന്ന് 7 രൂപയാക്കി കേട്ടോ. അതിനിടക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർ 8 രൂപയിൽ നിന്ന് 7 രൂപയാക്കി. കേന്ദ്ര ഗവൺമെന്റ് 6 രൂപ കഴിഞ്ഞ കാലങ്ങളിൽ കൂട്ടിയിട്ടുണ്ട്. കാലാകാലങ്ങളിൽ താങ്ങുവിലയ്ക്ക് അതിനനുസരിച്ചുള്ള എന്താണോ സ്വാമിനാഥൻ കമ്മീഷന്റെ യാർഡ്സ്റ്റിക്ക് ഈ പറയുന്ന താങ്ങുവില പ്രഖ്യാപിക്കുന്നതിൽ അത് വളരെ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ്. പക്ഷേ അതിനൊരു നിയമപരിരക്ഷ വേണമെന്ന് പറയും. അവിടെയാണ് സത്യത്തില് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. നമ്മുടെ രാജ്യത്ത് ഒരു നിയമം വേണം എന്ന് വിചാരിക്കുക. ഈ നിയമം തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് സമരം നടത്തിയാൽ കിട്ടുമോ? ഒരു നിയമം ഉണ്ടാവണമെങ്കിൽ അതിന്റെ കരട് പ്രഖ്യാപിക്കണ്ടേ? അതിന്റെ സ്റ്റോക്ക് ടേക്കേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്തുള്ള ധാരാളം പേരുണ്ട്. കർഷകരുണ്ട്, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ ധാരാളം പേരുണ്ട്. അവരുടെ ഒപ്പീനിയൻ കളക്ട് ചെയ്യണം, അതിനനുസരിച്ചുള്ള കരടിൽ മാറ്റങ്ങൾ വരുത്തണം, അതിനുശേഷം പാർലമെന്റിൽ കൊണ്ടുവരണം, അതിനുശേഷം രാജ്യസഭയെ പാസ്സാക്കണം. അങ്ങനെയല്ലേ ഒരു നിയമം വരിക? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഒരു നിയമം കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഒരാൾ സമരത്തിനിറങ്ങിയാൽ, ഒരു കൂട്ടം ആൾക്കാർ സമരത്തിനിറങ്ങിയാൽ അതിൽ ദുരുദ്ദേശമുണ്ടെന്നത് തിരിച്ചറിയാൻ പ്രത്യേകിച്ച് വേറെ എങ്ങും പോയി അന്വേഷിക്കേണ്ട കാര്യമില്ല. മാത്രവുമല്ല, ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് എന്തിനാ ചർച്ചയെന്ന്. അതാണ് പ്രശ്നം. ഇവർ ചർച്ചയ്ക്ക് പോലും തയ്യാറില്ലെന്നേ. ഇവർ ചർച്ച ഇപ്പൊ ആകെയുള്ള ഒരു പ്രശ്നം ഇതിന്റെ നിയമപരിരക്ഷ വേണം. ആ നിയമപരിരക്ഷ ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്, അതിന്റെ പരിമിതികൾ സൂചിപ്പിക്കുന്നുണ്ട്, അതിന് വലിയ ചർച്ചകളുടെ ആവശ്യമുണ്ട്. ഇപ്പൊ ഒരു ക്രിമിനൽ നിയമത്തിലോ അല്ലെങ്കിൽ മറ്റൊരു നിയമത്തിലോ ഒരു നിയമം വരുന്നത് പോലാണ് കാർഷിക മേഖലയിലെ ഒരു താങ്ങുവില സംബന്ധിച്ചൊരു നിയമം കൊണ്ടുവരേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കാലാകാലങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുന്ന ഒരു മേഖലയിൽ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ, പ്രത്യേകിച്ച് താങ്ങുവില സംബന്ധിച്ചൊരു നിയമം കൊണ്ടുവരുമ്പോൾ അത് അത്ര ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഇവരുടെ ലക്ഷ്യം അത് മാത്രമാണ് എന്ന് നമുക്ക് ധരിക്കാൻ പറ്റില്ല. അദ്ദേഹം പിന്തുണ കൊടുക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ കർഷക സംഘടനകൾ പോലും ഇതിന്റെ പിന്തുണയിലില്ലല്ലോ. പഞ്ചാബികളല്ലാതെ ആരാ അവിടെ സമരത്തിനുള്ളത്? ഇത് വളരെ കൃത്യമായി ആരോ വളരെ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞതുപോലെ തന്നെ രാജ്യത്ത് വലിയ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇന്ത്യ മുന്നണി അവരുണ്ടാക്കി.
ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാം കൂടെ കൈകോർക്കുന്നു. പക്ഷെ ഇന്ത്യ മുന്നണി ശിഥിലമായി പോയിരിക്കുന്നു. ജോഡോ യാത്ര ഇപ്പൊ ഇന്ത്യയിൽ എവിടെ നടക്കുന്നതെന്ന് തന്നെ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയില്ല. കോൺഗ്രസിന്റെ മുന്നണി ശിഥിലമാകുന്നു. ഇടതുപക്ഷം കേരളത്തിൽ ഒതുങ്ങി ചുരുണ്ടു കൂടുന്നു. വലിയ ഈ തരത്തിലുള്ള സമരങ്ങളൊക്കെ നടക്കുമ്പോൾ സമരത്തിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ്, ആര് സ്പോൺസർ ചെയ്യുന്ന സമരമാണ് എന്ന് പോലും കൃത്യമായി ബോധ്യമില്ലാതെ നരേന്ദ്രമോദിയെ ഇകഴ്ത്താനും ഗവൺമെന്റിനെ രാജ്യത്ത് ലോകത്തിന്റെ മുമ്പിൽ ഇകഴ്ത്തി കാണിക്കാനും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സാധിച്ചാൽ ഒരു ഡൽഹിയിൽ ഒരു വെടിവെപ്പ്, ഒരു 4-5 കർഷകൻ മരിച്ചാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മറ്റൊരു വിഷയവുമില്ല, ഈ ഒരൊറ്റ വിഷയമെങ്കിലും കിട്ടിയാൽ തെരഞ്ഞെടുപ്പ് അതുമായി മുമ്പോട്ട് പോകാം എന്നുള്ള ആശയിലും ആഗ്രഹത്തിലുമാണ് ഈ പറയുന്ന ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ ഈ സമരത്തിന് പിന്തുണ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സൂചിപ്പിച്ചത് കർഷകരോട് ഇവർക്ക് ആഗ്രഹവും താല്പര്യമുണ്ടായിരുന്നെങ്കിൽ സ്വാമിനാഥ കമ്മീഷന്റെ റിപ്പോർട്ടാണ് ഇവരുടെ ഈ പറയുന്ന 12ഓളം അവരുടെ ഡിമാൻഡ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് സ്വാമിനാഥ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ്. 8 വർഷം അടയിരുന്നവരാണ് ഇവരെന്ന് ആലോചിക്കണം. അവരതിനെപ്പറ്റി ഇപ്പൊ മിണ്ടുന്നേ ഇല്ല, സൂചിപ്പിക്കുന്നേ ഇല്ല. വീണ്ടും ചർച്ചയിലേക്ക് കടക്കുകയാണ്. സിപി നേതാവ് RS പ്രഭാതിലേക്ക് തന്നെ വീണ്ടും നമ്മൾ പോകുന്നുണ്ട്. പ്രഭാത്, നമ്മൾ ഈ ഷജിരാഘവൻ പറഞ്ഞു വെച്ച ഒരു കാര്യത്തിൽ നിന്ന് അതിനെ തുടങ്ങാം. കാരണം ഇതൊരു നിയമമാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്, അതിന് ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. അത് ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്തല്ല പെട്ടെന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു സമരം നടത്തേണ്ടത്. അതിന് പിന്നിലുള്ള കാര്യം ഒരു ചെയ്തോ വികാരമാണ് നമ്മൾ നോക്കേണ്ടത്. ഒപ്പം ഇതിൽ പങ്കെടുക്കുന്നവർ കർഷകരല്ല എന്നുള്ളൊരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. പഞ്ചാബ് സർക്കാർ തന്നെ പറയുന്നുണ്ട് ഇതിൽ തങ്ങളുടെ ജനത വളരെ കുറവാണ്, കർഷകർ എന്ന് പറയുന്ന ജനത വളരെ കുറവാണ് എന്ന് പഞ്ചാബ് സർക്കാർ തന്നെ എടുത്തെടുത്ത് പറയുന്നുമുണ്ട്. അപ്പം ഈ കർഷകരെന്ന് പറഞ്ഞുകൊണ്ട് വേഷം കെട്ടി ചില ആളുകൾ അവിടെ സമരം നടത്തുന്നു, അത് വിഘടനവാദികളാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഉറപ്പ് തന്നെയാണ്. ഏത് രീതിയിൽ വേണോ അത് വ്യാഖ്യാനിക്കാം, പക്ഷേ യാഥാർത്ഥ്യം അതല്ല. അത് വ്യാഖ്യാനം അല്ല ശ്രീ പ്രഭാത്, അത് വ്യാഖ്യാനമല്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില പ്രതികരണങ്ങളൊക്കെ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, താങ്കളും അത് കേട്ടിട്ടുണ്ടാകും. അല്ലല്ല, പ്രതികരണങ്ങൾ നിങ്ങൾ നോക്കൂ. നമ്മുടെ ഒരു സമരം നടക്കുമ്പോൾ ആ സമരം എങ്ങനെയാണ് ഇല്ലാതാക്കുക, അത് സ്വാഭാവികമായി സർക്കാരുകൾ ചിന്തിക്കുന്നതാണ്. ഇപ്പോൾ ഷജിരാഘവൻ ഇവിടെ പറയേണ്ട ഇത് ഇലക്ഷൻ നടക്കുന്ന അവസാന ഘട്ടത്തിലാണ്. എനിക്ക് അങ്ങയിൽ നിന്ന് അറിയാനൊരു താല്പര്യമുണ്ട്. ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിനകത്ത് ഇവിടുത്തെ കർഷകർ പ്രതീക്ഷിച്ചു. അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോടിക്കണക്കിന് 30,000 കോടി രൂപയാണ് എഴുതിത്തള്ളിയത്. അതേപോലെ കർഷകർക്ക് നിങ്ങൾ ഒരു 15,000 കോടി രൂപ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അവരുടെ കാർഷികമായ രീതിയിലുള്ള കടങ്ങൾ എഴുതിത്തള്ളും. VP സിംഗ് ആണ് അവസാനം ഈ രീതിയിൽ ചെയ്തത്. അതിനുശേഷം നിങ്ങൾ അത് ചെയ്യും, കാരണം നിങ്ങളൊരു ഗ്യാരണ്ടി കൊടുത്തിരുന്നു. ഈ വിഷയത്തിലും നിങ്ങളൊരു ഗ്യാരണ്ടി കൊടുത്തിരുന്നു. ആ ഗ്യാരണ്ടിയിൽ അവർ വിശ്വസിച്ചു. അപ്പോൾ ബഡ്ജറ്റ് വരെ അവർ വിശ്വസിച്ചു, നിങ്ങൾ അത് ഞങ്ങൾക്ക് ചെയ്യും. ഈ എല്ലാ ഷജിരാഘവന് ഇതിനെപ്പറ്റിയൊക്കെ അറിവുണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. നമ്മുടെ ഒരു വർഷക്കാലത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വരുന്നത് ബഡ്ജറ്റിലാണ്. ഈ താങ്ങുവിലയുടെ കാര്യങ്ങളായിക്കോട്ടെ എല്ലാം ബഡ്ജറ്റിലാണ് വരുന്നത്. അപ്പോൾ ബഡ്ജറ്റിൽ അവർ അത് പ്രതീക്ഷിച്ചു, ബഡ്ജറ്റിലില്ല. അതിനുശേഷം ബഡ്ജറ്റിൻ്റെ പ്രസംഗവേളകളിൽ അവർ വിശ്വസിച്ചു ഇതൊരു നിയമമാവും. ഇവിടെ അദ്ദേഹം പറയുകയുണ്ടായി, ഇവിടുത്തെ നിയമ ഭേദഗതി എന്ന് പറയുന്നത് ഇവിടുത്തെ പീനൽ കോഡിലുകൾ ഉണ്ടായ നിയമ ഭേദഗതി പോലെയല്ല സർക്കാരിൻ്റെ മുഖത്ത്, സർക്കാരിൻ്റെ ഭാഗത്ത് ഈ കർഷകരുടെ നിയമം. നോക്കൂ, എന്ത് വലിയൊരു വിഡ്ഢിത്തമാണത്. നമ്മുടെ രാജ്യത്ത് ഇന്ന് കാണുന്ന നിയമങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ സർക്കാരുകൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഈ ബില്ലുകൾ പാസ്സാക്കുന്നതെന്ന് ജനങ്ങൾ കണ്ടതാണ്. ഇന്ത്യയിൽ ഒരു കാലത്തും കാണാത്ത രീതിയിൽ പ്രതിപക്ഷ കക്ഷിയിലുള്ള ഒരു നേതാവ് പോലും സഭയിലില്ലാതെ അവരെല്ലാം സസ്പെൻഡ് ചെയ്തിട്ട് അവരെ വെളിയിൽ നിർത്തി ഒരു കാലത്തും കണ്ടിട്ടില്ല. ഒരു നിയമസഭയിലോ ഒരു ലോകസഭയിലോ ഇതുവരെ ഒരു കീഴ്വഴക്കമില്ലാത്തൊരു കാര്യമാണ് പ്രതിപക്ഷമില്ലാതെ ബില്ലുകൾ പാസ്സാക്കുക. സബ്ജക്റ്റ് കമ്മിറ്റികൾ എന്ന് പറയുന്നത് ഒരു ബില്ലിൻ്റെ അടിസ്ഥാന ഘടകമാണ്. സബ്ജക്റ്റ് കമ്മിറ്റികളിൽ കൂടുക എന്ന് പറയുന്നത് നിമിഷങ്ങൾ കൊണ്ടാണ്. ഇന്ന് ഏതെങ്കിലും BJP കൊണ്ടുവരുന്ന, ഞാൻ അത് വ്യക്തമായി നിങ്ങളുമായി അത് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. കാരണം വ്യക്തമാണ്, നമ്മുടെ ഓരോ ബില്ലിൻ്റെയും വ്യവസ്ഥകൾ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ കഴിയും. എപ്പോഴാണ്
പാർലമെന്റിൽ അവതരിപ്പിച്ചത്? എപ്പോഴാണ് സബ്ജക്റ്റ് കമ്മിറ്റി കൂടിയത്? എന്നിട്ട് എപ്പോഴാണ് രാജ്യസഭയിൽ വന്നത്? തിരിച്ച് ആ ബില്ല് ലോകസഭയിൽ എപ്പോഴാണ് വന്നതെന്നുള്ള കൃത്യമായ കണക്ക് നോക്കൂ. ഇവിടെ ഒരു ബില്ല് പാസ്സാവണമെങ്കിൽ, കേരളത്തിൽ നിയമസഭയിൽ ബില്ല് പാസ്സാവണമെങ്കിൽ ഒരു നിയമസഭ കഴിഞ്ഞിട്ട് അടുത്ത നിയമസഭാ കാലഘട്ടം വരെ കാത്തിരിക്കേണ്ടി വരും. അതിനുശേഷം ഗവർണറുടെ മുന്നിൽ ചെന്ന് മുട്ടുകുത്തിക്കേണ്ടി വരും. അദ്ദേഹം ഒപ്പിടില്ല, രാഷ്ട്രപതി ഇവിടെ ഒപ്പിട്ടു. എല്ലാ ബില്ലുകളും കൃത്യമായ സമയത്ത്, വെറും ദിവസങ്ങൾ കൊണ്ട് എത്ര ബില്ലുകളാണ് ലോകസഭയിൽ പാസ്സായത്? ഞങ്ങൾ അതിൽ ഡിബേറ്റിന് തയ്യാറാണ്, നിങ്ങളത് തയ്യാറാണോ? അതുകൊണ്ട് കർഷകരുടെ ബില്ല്, ആ കർഷകരുടെ ബില്ല് നിങ്ങൾക്ക് സമയമെടുത്ത് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ളവരെ വിഡ്ഢികളാക്കുന്നതാണ്, ഈ രാജ്യത്തുള്ളവരെ വിഡ്ഢികളാക്കുന്നത്. അതങ്ങ് മാറ്റി വെക്കൂ നിങ്ങൾ. നമുക്ക് സ്വാഭാവികമായി ഇതിനകത്ത് രാഷ്ട്രീയം പാടില്ല. കർഷകരെന്ന് പറയുന്നത് നമ്മുടെ അന്നം തരുന്നവരാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവർക്ക് വേണ്ടി നമ്മൾ നിൽക്കണം, അവരെ ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞ് മാറ്റരുത്. ശരി, ശ്രീ പ്രഭാത്. ഷാജിരാഘവൻ കൂടെ. ഷാജിരാഘവൻ, ഇപ്പോൾ ഈ പ്രഭാത് പറഞ്ഞത് നമുക്ക് അന്നം തരുന്നവരാണ് കർഷകരെന്ന്. ആ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച സർക്കാരാണ് മോദി സർക്കാർ. കാരണം അത് കൃത്യമായിട്ട് തന്നെ ഏതെല്ലാം പദ്ധതികൾ ഈ കർഷകർക്ക് ലഭിക്കുന്നു എന്നുള്ള കാര്യം വരെ ഈ ഓർഗനൈസർ വ്യക്തമാക്കി പറയുന്നുണ്ട്. ഇതിന് പിന്നിലുള്ളവരെയാണ് നമ്മൾക്കിവിടെ കോട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ചർച്ച അത് തന്നെയാണ്. കാരണം വിഘടനവാദത്തിനാണ് ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത്. അത് കൂട്ടു നിൽക്കുന്ന ഇപ്പോൾ പ്രഭാതിനെ പോലുള്ളവർക്ക് അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഇന്ത്യ മുന്നണിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് അവർ. ഈ കർഷകരെ കൂടുതൽ വഞ്ചിച്ച ഒരു സർക്കാർ എന്ന് പറയുന്നത് നമുക്കറിയാം. യു പി സർക്കാരിൻ്റെ കാലത്തായിരുന്നു ഈ നിയമമൊക്കെ തന്നെ കൊണ്ടുവരാൻ നോക്കി. പക്ഷേ അതൊന്നും അവർക്ക് പ്രാബല്യത്തിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും വീണ്ടും കർഷകരെ വഞ്ചിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഇപ്പോൾ ഈ വിഘടനവാദികളെ കൂടെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും സമരം നടത്തുക, അതും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് അത് മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം കൂടെ പറയാതെ പോയാൽ നമ്മുടെ ചാനൽ കാണുന്നവർക്ക് ഒരു തെറ്റിദ്ധാരണ വരും. അദ്ദേഹം ബഡ്ജറ്റിലെ പ്രൊവിഷനെ പറ്റിയിട്ട് ചോദിച്ചു. താങ്കൾക്ക് അറിയുമെന്നറിയില്ല, 2014 മുമ്പ് 26,686 കോടി രൂപയാണ് ശരാശരി കാർഷിക മേഖലയ്ക്കായി നമ്മുടെ രാജ്യത്തിന്റെ ബഡ്ജറ്റിൽ വക കൊള്ളിച്ചതെങ്കിൽ, നിങ്ങൾ ഈ വർഷത്തെ ബഡ്ജറ്റ് നിർത്തേ, കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് വരെ 1,24,360 കോടി രൂപയിലേക്ക് നമ്മളൊന്ന് ആലോചിച്ചു. 1,00,000 കോടിയിലേറെ ബഡ്ജറ്റ് കാർഷിക മേഖലക്ക് അനുവദിച്ച ഗവൺമെന്റാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. ഈ കഴിഞ്ഞ ഇടക്കാല ബഡ്ജറ്റിൽ താങ്കൾ അതാണല്ലോ കോട്ട് ചെയ്തത്. ഇപ്പൊ താങ്കള് ഞാനൊരു ആ സ്ഥാനത്ത് നിന്ന് ഞാൻ ഈ സൂചിപ്പിച്ച ഒരു 2,00,000 കോടി പറഞ്ഞിരുന്നത് നിങ്ങൾ എന്ത് പറയും? ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ഗിമ്മിക്സ് ആണ്, തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണ് നിങ്ങൾ പറയില്ലേ? യാഥാർത്ഥ്യ ബോധത്തോടാണ് സുഹൃത്തെ നരേന്ദ്രമോദി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതും ഈ രാജ്യത്തെ കർഷകനെ കാണുന്നതും. താങ്കൾ ഉപയോഗിച്ച വാക്കില്ലേ അന്നദാതാവ്? ഈ അന്നദാതാവ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ബഡ്ജറ്റിൽ കർഷകന് വേണ്ടിയിട്ട് പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഈ രാജ്യത്ത് നടപ്പിലാകുന്ന കിസാൻ സമ്മാൻ പദ്ധതിയുണ്ട്. എന്തേ ഈ പദ്ധതി വരാനുള്ള സാഹചര്യം? ഞാൻ അവതാരക പറഞ്ഞതിലേക്ക് ഞാൻ വരാം, പക്ഷെ ഇതോടൊന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ രാജ്യത്ത് നിരവധി കരാറുകളിൽ പോയി ഒപ്പിട്ട UPA ഗവൺമെന്റ് നിങ്ങളോട് സപ്പോർട്ട് ചെയ്തവരാണ്, ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്തവരാണ്. 163 രാജ്യങ്ങളിൽ അവരുണ്ടാക്കിയ കരാറുകളാണ് രാജ്യത്തെ കർഷകന്റെ നട്ടലൊടിച്ചിട്ടുള്ളത്. ഇന്ന് റബ്ബർ ഉൾപ്പെടെയുള്ള മേഖലകൾ, സകല മേഖലകളിലും ഇന്ന് രാജ്യത്തിന്, ഇന്ത്യക്ക് മാത്രമായിട്ട് ഏകപക്ഷീയമായി ആ കരാറുകളിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ദുരിതമുണ്ട്. ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അവരുടെ രാജ്യത്തെ കർഷകന് ധാരാളം സബ്സിഡി പ്രഖ്യാപിക്കുമ്പോൾ കാർഷിക രാജ്യമായ ഭാരതത്തിന് സാധിക്കാത്ത സാഹചര്യമുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് ദീർഘവീക്ഷണത്തോടുകൂടി കൃഷി സമ്മാൻ പദ്ധതി വഴിയും അല്ലാതെയും സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്ക്, കർഷകന്റെ അക്കൗണ്ടിലേക്ക് പണം എത്തിച്ചുകൊണ്ട് കർഷകന്റെ താങ്ങായിട്ട് ഈ രാജ്യത്തെ കർഷകൻ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് രാജ്യത്ത് നരേന്ദ്രമോദിക്കെതിരെ കർഷകർ സമരം നിങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും നേരത്തെ അവതാരക സൂചിപ്പിച്ചതുപോലെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ളത്, മറിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഘടനവാദത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടുകൂടി ഇന്ന് രാജ്യത്തെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന വലിയ പരിശ്രമങ്ങൾ അവരുടെ കയ്യാളുകളായി നിന്ന്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ ഭയപ്പെടുത്തി പറയാം, അവരുടെ കെണിയിൽ വീണിട്ടാണ് ഇന്ന് ഒരു വിഭാഗം ആൾക്കാർ ഡൽഹിയിൽ സമരം നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമുക്കറിയാം, ഒരു കാലത്ത് കോൺഗ്രസ് തന്നെയാണല്ലോ ഈ പറയുന്ന ഭീകരവാദത്തിന്റെ, പ്രത്യേകിച്ച് ഖാലിസ്ഥാൻ ഭീകരന്മാരെ വളർത്തിയതും ഈ രാജ്യത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. അവസാനം അവർക്ക് അതിന് വില കൊടുക്കേണ്ടി വന്നു. അതിനുശേഷം നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെ അടിച്ചമർത്താനും, അതിന് ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്, ജമ്മു കാശ്മീർ ആയിക്കോട്ടെ, ഏത് ഭാഗത്തായിക്കോട്ടെ, ഈ രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് വളരെ കടുത്ത നടപടികൾ അല്ലെങ്കിൽ വളരെ ധീരോദാത്തമായ നടപടികൾ എടുക്കുന്ന ഗവൺമെന്റ് ആയിരുന്നു രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത്.
അതുകൊണ്ട് ഈ രാജ്യത്തിനുള്ളിൽ നിന്ന് ഖാലിസ്ഥാനെ പറയാനും ഖാലിസ്ഥാനെ ജയ് വിളിക്കാനും ആ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നമുക്കറിയാം കാനഡ കേന്ദ്രീകരിച്ച് ഇത് നടക്കുന്നുണ്ട്. അതിന്റെ ദൃഷ്ടാന്തങ്ങൾ എത്രയോ വെളിയിൽ വന്നു. നമ്മൾ ഇന്ന് കാനഡയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം പോലും ഈ ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിന്, ഇന്ത്യയിൽ ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിന് വളക്കൂറായി മണ്ണ് കാനഡയെ ഉപയോഗിക്കുന്നു എന്നുള്ള ആക്ഷേപം നമ്മൾ പരസ്യമാക്കിയിട്ടുണ്ട്. നമ്മുടെ ആക്ഷേപത്തിന് ലോക നിലവാരത്തിൽ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്, സത്യമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്, എന്തുകൊണ്ട് പഞ്ചാബിൽ നിന്നുള്ളവർ മാത്രമേ ഈ സമരത്തിന് പോകുന്നു? അതിന്റെ പിന്നിൽ വളരെ കൃത്യമായി ഈ തരത്തിലുള്ള ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറയുന്നത് ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ സമയവും കൂടെ ആകുമ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖാലിസ്ഥാൻ വാദത്തെ സുസ്ഥിരമാക്കുക അല്ലെങ്കിൽ ഖാലിസ്ഥാൻ വാദത്തെ വളക്കൂറാക്കി മണ്ണാക്കി മാറ്റുക എന്നുള്ളതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനുമെതിരെ വലിയ അവമതിപ്പ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ള അന്തർദേശീയ തലത്തിലുള്ള ഗൂഢാലോചന, പ്രത്യേകിച്ച് ഈ തരത്തിലുള്ള ഭീകരവാദികളുടെ അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ, അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ വലിയ പിന്തുണ ഇടപെടുകയാണ്. എന്തായാലും ഡൽഹി ചലോ മാർച്ച് എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. പിന്നിൽ വിഘടനവാദ ശക്തികളുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. കാരണം പ്രതികരണങ്ങളൊക്കെ തന്നെ നമ്മൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ നടത്തുന്നത് ഭാരതത്തെ കീറിമുറിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കള്ളക്കർഷകർ നടത്തുന്ന സമരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു RS പ്രഭാത്, LDF നേതാവ്, ഒപ്പം ഷാജി രാഘവൻ, BJP കർഷക മോർച്ച. വളരെയധികം നന്ദി.